ഉസ്താദ് രണ്ട് കൈയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക ഹദീസിലുള്ളതാ. അങ്ങനെ വിശ്വസമതി വിശദീകരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേട്ടോളി, മുബാറക്കായ ഹദീസാണെങ്കിലും ഷറഫാക്കപ്പെട്ട ആയത്താണെങ്കിലും അതിലൊക്കെ പറഞ്ഞ മുത്തശാബിഹാത്തിനെ സ്വീകരിക്കേണ്ടതിന് പണ്ഡിതന്മാർ ഒരു പൊതുവായ തത്വം പറഞ്ഞിട്ടുണ്ട്. അതറിയാതെ മുബാറക്കായ ഹദീസ് എന്നീ പറഞ്ഞതുകൊണ്ട് വിഷയം സ്ഥിരപ്പെടൂല. മുത്തശാബിഹാത്തായ ആയത്തുകളും ഹദീസുകളും ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സലഫിന്റെ മദ്ഹബുണ്ട്, ഹനഫിന്റെ മദ്ഹബുണ്ട്. രണ്ടു മദ്ഹബിലും ഇതൊരു അവയവം, മുഖം, കൈ, കാൽ, അങ്ങനത്തെ ഒരു പരാമർശം ഒരു അവയവമാണ് എന്ന് ഒരൊറ്റ മദ്ഹബിന്റെ സലഫിന്റെ മദ്ഹബിലുമില്ല, ഹനഫിന്റെ മദ്ഹബിലുമില്ല. ഇതാ ഞങ്ങൾ പറയുന്നത്. ഖുർആൻ പറഞ്ഞതാണ്, ശരിയുമാണ്. പക്ഷെ എന്താ ഈ വജ്ഹിന്റെ അർത്ഥം അറിയില്ല. നിങ്ങൾ പറയുന്നതോ അല്ലാതെ മുഖമുണ്ട്, മുഖം തന്നെയാണ്. എങ്ങനെയാണ് ആ മുഖം അതറിയില്ല, അത് പറ്റൂല എന്നാ ഞങ്ങൾ പറഞ്ഞ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ പറയുന്നത് എന്താ, റബ്ബിക്ക അങ്ങനെ ആയത്തുണ്ട്. ആമന്നാബിഹി ശനിയാവാത്തോന ഞങ്ങൾ വിശ്വസിക്കുന്നു. വല്യദാഹു മബ്സൂത്തതാനി ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെയാണത്, എന്താണത്? കൈ എന്ന് പറയാൻ പറ്റൂല. കാരണം രണ്ട് അവയവം അല്ലാഹുണ്ട് എന്ന് പറയാൻ പറ്റൂല. ഇതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയുന്നതോ, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുന്നതല്ല, ഹുസൈൻ സലഫി ഉൾപ്പെടെയുള്ള മുജാഹിദുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്നതോ രണ്ട് കൈ അല്ലാഹുണ്ട്. ആ കൈ എങ്ങനെ, അതെങ്ങനെയെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഇതാ ഞങ്ങൾ പറയുന്നത്. സലഫിന്റെ മദ്ഹബിലും ഹനഫിന്റെ മദ്ഹബിലും ഇത് കാണാൻ, കാണിച്ചു തരാൻ ഒരാൾക്കും സാധ്യവുമല്ല. ഇതിനെ പറ്റി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മൾ സമയം തന്നിട്ട് കാര്യമില്ലല്ലോ.